അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സംബന്ധിച്ച്? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു ബോത്ത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. ഇന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും 31st വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാ തവണയും വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് പുറത്ത് പോയി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സംബന്ധിച്ച് നമ്മുടെ അമ്മാമ്മ വന്നിട്ടുണ്ട്. അമ്മാമ്മയ്ക്ക് എന്താണ് പറയാനുള്ള? മോളെ 31ാമത്തെ വാർഷികമാണ്, കല്യാണ വാർഷികം. സന്തോഷമായിട്ട് ഇരുവരെയും കാണുന്നുണ്ട്. ഇന്നും സന്തോഷമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് എൻ്റെ മോളെ കല്യാണ ആഘോഷം നടത്താൻ. ഗൈസ്, നമ്മുടെ മുത്തശ്ശനും കൂടി നമ്മളെ കൂടെ ഉണ്ട്. മുത്തശ്ശി എങ്ങനെ എൻ്റെ ചാനലൊക്കെ കാണാറുണ്ട്? ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. അപ്പം ഇവരുടെ 31st വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സംബന്ധിച്ച്? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. 31 വർഷം, 1993 ഏപ്രിൽ 19, 31 വർഷം തികയുന്നു. 2 മക്കൾ, ഒരു ചെറുകുട്ടി. രണ്ടുപേരുടെ വിവാഹം ഹാപ്പിയാണ്. അപ്പോൾ ഇനി നമ്മുടെ കൂടെ ഒരാളും കൂടി വരാനുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, എൻ്റെ നാത്തൂൻ സൗപർണിക റെഡിയായി നിൽപ്പുണ്ട്. അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് സൗബേനെയും കൂടെ വിളിച്ചുകൊണ്ട് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സൗബ, ബ്രദറിൻ്റെ വൈഫാണ്. അപ്പോൾ സൗബയ്ക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ വീഡിയോ കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ 31st വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താണ് പറയുന്നത്? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു ബോത്ത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇത് വർക്കലയിലുള്ള പേർഷ്യൻ കഫേയിലാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ള കേക്കാണ്. അനൂസ് കേക്സിൽ നിന്നാണ് ഞാൻ കേക്ക് കസ്റ്റമൈസ് ചെയ്ത് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് അവരുടെ മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി മെനൂസ് ഉണ്ട് കേട്ടോ. അവരുടെ സിഗ്നേച്ചർ കോമ്പോസ് ആയാലും ഒരുപാടുണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ മെനു ഒക്കെ നോക്കി ആവശ്യമുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ച് അതൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഓർഡർ ചെയ്തത് അവിടെ പെപ്പർ ചിക്കൻ വിങ്സ് ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മൾ കുട്ടിപ്പട്ടാളങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഴംപൊരിയും ബീഫ് റോസ്റ്റും ആണ് ഓർഡർ ചെയ്തത്. നല്ല കോമ്പിനേഷൻ ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ ഒരു മധുരവും എരിവും കൂടി ചേർന്നിട്ട്. പിന്നെ നമ്മൾ നൂൽ പൊറോട്ടയും ചിക്കൻ റോസ്റ്റും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും വന്നിട്ടുണ്ട്. അങ്ങനെ അതും കഴിച്ച് അവിടെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാൽ പൊറോട്ട ആയിരുന്നു. അപ്പോൾ ചട്ടിയിൽ നമുക്കിങ്ങനെ വാഴയിലയിൽ കുതിർന്നിട്ടാണ് പാൽ പൊറോട്ട കൊണ്ടു തന്നത്. നല്ല പ്രസൻറ്റേഷൻ ആണ്, നല്ല ടേസ്റ്റി ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ പൊറോട്ടയും ബീഫും തേങ്ങാപ്പാലും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു.
അപ്പോൾ നമ്മൾ അടുത്തത് പറഞ്ഞിട്ടുള്ളത് പ്രോൺസ് തവ ഫ്രൈ ആയിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഫുഡെല്ലാം. പിന്നെ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് പാൽക്കപ്പയും ബീഫ് റോസ്റ്റുമാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാ ഫുഡും നല്ല ടേസ്റ്റി തന്നെയായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ജ്യൂസും ഓർഡർ ചെയ്തു. നമുക്ക് ബർത്ത്ഡേ ഫങ്ഷൻസ് ആയാലും മറ്റെന്ത് ഫങ്ഷൻ ആയാലും അവരുടെ അടുത്ത് മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ അവർ നമുക്ക് ഡെക്കറേഷൻ ചെയ്തൊക്കെ തരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ. ഔട്ട്ഡോർ ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗേൾസ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇതുവരെ ബൈ ബൈ. ഓരോ ദേവലോകം നീ കണ്ണെഴുത്തിലറിയാൻ പാതിമയും വേളയിലാരോ പാദങ്ങൾ പുലിയോ